ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെയ്യാറ്റിൻകര ഗോമ്പൻ സ്വാമിയെ കുറിച്ചുള്ള കേസ് അതിപ്പോ സമൂഹ മാധ്യമങ്ങളിലെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആർക്കും ഒന്നും അറിയാത്തവരുടെ അവസ്ഥ. ഒരാൾ മരണപ്പെട്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിരിക്കുക, ഗോപൻ സ്വാമി സമാധിയായെന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാവർക്കും അതിശയായി, നാട്ടുകാർക്കൊരു അതിശയിപ്പ്, ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ളത്. കാരണം ഒരു മരണം നടന്നിട്ട് ആരും അറിഞ്ഞിട്ടില്ല. സമാധി ഇരുത്തിയെന്ന് പറയുന്നത്, മരണം എന്ന് പറയാൻ വേണ്ടി പാടില്ല, സമാധിയായി എന്നുള്ളത്. ഈ വീട്ടുകാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നുന്നു. ഇവര് വിശ്വാസം മൂത്തിട്ട് അന്ധവിശ്വാസിയായി മാറി. അതിപ്പം മൂത്തിട്ട് വേറെന്തെങ്കിലും തലത്തിലേക്ക് പോയെന്നറിയില്ല. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ പോലും ഈ ഒരു കേസിൽ ആശ്ചര്യത്തോടെ നോക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയേണ്ടത് നാട്ടുകാർക്ക് അയക്കാനാൽ, ഇപ്പോൾ ഈ കാണുന്ന നമുക്ക് അയക്കാനാലും ആഗ്രഹമുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമാധി ഇരുത്തിയേക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവൊക്കെ കളക്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പോലീസുകാർ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് വന്നതെന്ന് പറഞ്ഞുകൂടെ നോട്ടീസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ പെട്ടെന്ന് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വളരെയധികം തർക്കങ്ങൾ നടന്നു. കുടുംബങ്ങൾ അയക്കാനാലും ഇനി വീട്ടുകാർ അയക്കാനാലും ഒക്കെ പ്രശ്നത്തിന് വന്നു. നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി മുറവിളി കൂട്ടുക. കാരണം അദ്ദേഹം മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മക്കൾ കുഴിച്ചു മൂടിയതാണോ ഒന്നും അറിയില്ല. മക്കളാണെന്നുണ്ടെങ്കിൽ സമാധിയായി എന്നുള്ളത് പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇവര് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാക്കിക്കൊണ്ട്, ഒരു മതത്തിന്റെ പേരിലേക്ക് ഇട്ടുകൊണ്ട്, തന്റെ മതത്തെ വ്രണപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നിയമപാലകർ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. നിയമത്തിന് മതകാര്യങ്ങളിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവര് ഇത് മതകാര്യമായിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ സമാധി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് നാള് പ്രാക്ടീസ് ചെയ്ത് സ്പിരിച്വാലിറ്റി ആ ഒരു ലെവലിലെത്തി വീണ്ടും മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഘട്ടം എത്തിക്കഴിഞ്ഞാലാണ് ഈ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ കൈവരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. കാരണം പണ്ടുള്ള ആ മുനിവര്യന്മാരൊക്കെ ആ ഒരു ലെവലിൽ പോയതായിട്ട് ഹിന്ദുസത്തിലായിക്കഴിഞ്ഞാലും ബുദ്ധിസത്തിലായാലും ജൈനിസത്തിലായിക്കഴിഞ്ഞാലും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇദ്ദേഹം ആദ്യമൊക്കെ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ എത്തി, അതും അച്ഛൻ മരിക്കുന്ന ടൈമിൽ ആത്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതൊക്കെ കണ്ടു, എന്തൊക്കെയോ അങ്ങനെ ആ ഒരു ലെവലിൽ പറയുന്നു. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ശക്തിയില്ലേ ആ ഒരു ആത്മാവ് പോകുന്നത് കാണാൻ മാത്രമുള്ള ശക്തി മക്കൾക്കുണ്ടോ? ആത്മാവ് പോകുന്നത് കാണാന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഒരു വലിയ സംഭവമല്ലേ. അങ്ങനെയുള്ള മനുഷ്യന്മാർ എന്തായാലും ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ചെയ്യുന്ന കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഭക്തി കച്ചവടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം അതാണിപ്പോ ഏറ്റവും വലിയ മാർക്കറ്റിങ്. കാരണം ഇപ്പൊ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരാളെ തന്നെ ഏർപ്പാടാക്കിയാൽ മതി. ആ ഒരു സമാധിയുടെ ആ സ്ഥലത്ത് പോയിട്ട് ആർക്കും ഒരാൾക്ക് രോഗം ഭേദമായെന്നോ അല്ലെങ്കിൽ ഇതുവരെ നടക്കാത്ത എന്തെങ്കിലും കാര്യം അവിടെ പോയതിനു ശേഷം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയി, ഒരു മാർക്കറ്റിംഗ് ആയി, അത് തന്നെ പിന്നെ അതൊരു ബിസിനസ്സായി. അപ്പൊ അങ്ങനെ കൊണ്ടുപോകല. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് നടന്നു വരുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇതും കൂടെ ഒരു മുന്നേറിലെത്താൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്ത് തന്നെ ആയിക്കാൻ ഇതിന്റെ സത്യാവസ്ഥ തീർച്ചയായും അറിയണം. അല്ലാതിരുന്നാല് ഇതുപോലുള്ള സമാധികള് ഒരുപാട് അങ്ങ് കേരളത്തിൽ വന്നു പോകും. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ സമാധി എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിക്കഴിഞ്ഞാല് ഇപ്പോഴുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പേരൻസ് പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാത്ത പല മക്കളും ഉണ്ട്. അപ്പൊ പ്രായമായ അച്ഛനെ ആയാലും അമ്മയെ ആയിക്കഴിഞ്ഞാലും ഇതുപോലെ സമാധി ആക്കിയിട്ടുണ്ട്, സമാധി ഇരുത്തിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസുകാരൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ ഈ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ സമാധികൾ കൂടി വരും കേരളത്തിൽ. അതില്ലാതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇതിലെന്താ സംഭവിച്ചേക്കുന്നത്, അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു വരണം. അപ്പൊ എന്തായാലും അതിനുവേണ്ടി കളക്ടർ നമ്മുടെ നിയമത്തിന്റെ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നോട്ടീസൊക്കെ അയച്ചിട്ട് അതിനുശേഷം വീണ്ടും പോയിട്ട് അത് പൊളിച്ചിട്ട്, സമാധി എന്ന് പറഞ്ഞ ആ ഒരു കിട്ടിയ സംഭവം ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം എടുത്തു കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിലേ മനസ്സിലാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്താ സംഭവിച്ചേക്കുന്നുള്ളത്, അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത്. റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന കാര്യമുണ്ട്, ഇദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയുന്നത്. അപ്പൊ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ കിളി പോവാ. മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ
മരിച്ചെന്നോ പറയുന്നത്? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? ആര് പറഞ്ഞു മരിച്ചെന്ന്? അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് മരിച്ചെന്ന് ഇനി ആര് പറഞ്ഞു? ഒരിക്കലും ഇല്ല, സഹകരിക്കാൻ പറ്റില്ല. അതിന് മരിച്ചില്ലല്ലോ. കാരണം അദ്ദേഹം അതിനിടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ആചാരം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മതവിഭാഗത്തിലുള്ള കുറച്ച് പേരെങ്കിലും ഇവരോടൊപ്പം നിൽക്കും അതിനു വേണ്ടി. ഇപ്പം അതേപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേര് വന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് തീരെ വിശ്വാസമില്ല ഇവരുടെ ഈ ഒരു പ്രവൃത്തിയിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഇപ്പം ആയിട്ടുള്ളത്. ഇവരിങ്ങനെ പറഞ്ഞ് ആ ഒരു സമുദായത്തിനെ കൂടി പറയിപ്പിക്കാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരെ കൊണ്ടുവരണം. ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. സത്യമാണ്. ശിവൻ പൂജ അങ്ങേര് നടന്നു പോയി. അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ കൃഷിയിടത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ 11:30 മുകളിൽ അധികം ചൂടാകുമ്പോൾ ഇങ്ങനെ പോരും. ഇത് പതിവാണ്. ഇന്നും ആദ്യമായിട്ടല്ല അവർ ധ്യാനത്തിൽ കയറി. വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷത്തിന് മുമ്പ് മരുത്തുമലയിലും ഓരോരോ ആശ്രമങ്ങളിലും കിടന്ന ആളാണ്. ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലിൽ കുളിച്ച് തൊഴുതിട്ട് വരുമ്പോഴല്ല. ഈ ദിവസം സമാധിയാവുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് ആ സമാധിയാവുന്നില്ല. ഞാൻ ഇനി 2 ദിവസം ഞാൻ പോകും. ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞു അതൊക്കെ ഇത്രയും പറഞ്ഞ് നിർത്തി. പിന്നെ സംസാരിച്ചില്ല. അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ ഒന്ന് തോന്നി. അപ്പം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോൻ്റെ അടി പറഞ്ഞിട്ടുണ്ട് എല്ലാം. എൻ്റെ അടി പറഞ്ഞാൽ ഞാൻ കരയും, വെള്ളം കുടിക്കില്ല എന്നൊക്കെ അവർക്ക് അറിയാം. സമാധിയായ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ? ഈ സ്ഥലത്ത് വന്നോ? പിന്നെ എനിക്ക് വരണ്ടേ? കൊള്ളാം. എൻ്റെ ഭർത്താവ് ഇങ്ങനെ സമാധിയായി കഴിഞ്ഞിരുന്നോ? സമാധിയായി കഴിഞ്ഞ് ദേഹമല്ലോ നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലടാ. അപ്പോൾ എൻ്റെ മോൻ മരിച്ചത്, എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം. മക്കളെ അമ്മ അവരൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല. വന്നുമ്പോഴും ആത്മാവിന് ശ്വാസത്തിന് വന്നുമ്പോഴുള്ള ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളിപ്പോൾ സാധാരണക്കാരില്ലേ അവർക്കൊക്കെ ഒരു വല്ലായ്മ തോന്നുന്നത്. എന്താ പറയാ, അദ്ദേഹം മരണപ്പെട്ടത് തന്നെയാണോ, ഇവരെല്ലെങ്കിൽ മരണപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് കുഴിച്ചു മൂടിയതാണോ ഒന്നും അറിയുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയുന്നില്ല ഇതിപ്പോൾ എന്താ ഉത്തരം പറയണ്ടെന്നുള്ളത്. കംപ്ലീറ്റ് അമ്മയായിക്കഴിഞ്ഞാലും മക്കളായിക്കഴിഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടാണ് തോന്നുന്നത്. ഞാൻ കണ്ടില്ല, ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. എങ്കിലും മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ നേരത്തെ മരണം ഉറപ്പിക്കാൻ? അതെങ്ങനെ? ഇപ്പം ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇവർ തന്നെ അങ്ങ് ഉറപ്പിച്ചു. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഒന്നും നോക്കിയിട്ടില്ല. ഇവർ തന്നെ അങ്ങ് മരിച്ചു എന്നുള്ള മരണവാർത്ത ഉറപ്പിച്ച് അവരങ്ങ് കുഴിച്ചുമൂടി. പക്ഷെ എന്തായാലും സംഭവിച്ച കാര്യം പുറത്ത് വരണം. അല്ലാതിരുന്ന ഇതുപോലുള്ള സമാധികൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള സമാധികൾ കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിൽ പിന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ നമുക്ക് നിൽക്കേണ്ടി വരും. പല ആളുകൾക്കും എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ സമാധി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോസ്റ്റർ അടിച്ചിട്ട് അങ്ങ് ഇറക്കിയാൽ മതിയല്ലോ. എന്തായാലും ഇതിന്റെ രഹസ്യം പുറത്തു വരട്ടെ. ഇതിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾ പുറത്ത് വരിക തന്നെ ചെയ്യണം. എന്താണെന്നുള്ളത് സത്യവും മിഥ്യവും തിരിച്ചറിയണം. ഇവർ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ വേണ്ടി എന്തായാലും ആർക്കും ആവില്ല. ഇനി ഇവർ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു
പ്രക്ഷോഭമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഹിന്ദു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ വ്രണപ്പെടുത്തുന്ന ആ ഒരു രീതിക്കാണ് ഇവർ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇവർ കംപ്ലീറ്റ് ആയിട്ടൊരു എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിച്ചുറപ്പിച്ച് പറയുന്ന കാര്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും അധികം ആ നാട്ടുകാരെ വരെ സംശയത്തിലാക്കിയത്. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, വന്നു കഴിയാൻ മാത്രമെന്ന് ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ.